സർ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തെ പോലെ വളരെ വ്യത്യസ്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊരു സമ്പർക്കം പുലർത്തേണ്ടുന്ന ചില നിലപാടുകളൊക്കെ എടുക്കേണ്ട സമയത്ത് അത്തരത്തിൽ പെരുമാറുന്ന മറ്റൊരു യുവ നേതാവ് ഇന്ന് കേരളത്തിൽ ആര് എന്ന് ചോദിച്ചാൽ ആരുമില്ല. ചാണ്ടി ഉമ്മന് പകരം ചാണ്ടി ഉമ്മൻ മാത്രമാണ്. നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. വേറിട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായാണ് മിക്ക വീടുകളിലേക്കും ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്ക് കയറി ചെന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പരിവാരങ്ങളോ അല്ലെങ്കിൽ വലിയ ആഘോഷ കമ്മിറ്റികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു തീരുമാനമാണ് ചാണ്ടി ഉമ്മൻ എടുത്തിരിക്കുന്നത്. തന്റെ പേരിൽ തന്റെ മുഖമോ തന്റെ പേരോ എഴുതി ചേർത്ത് ഫ്ലെക്സുകൾ എവിടെയും വേണ്ട. അത്തരത്തിലൊരു വേറിട്ട തീരുമാനം. എന്തുകൊണ്ടായിരിക്കാം ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്? ഒരു വേറിട്ട ഒരു ശബ്ദവും ആളുമായി മാറുന്നത്? വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോ അല്ലെങ്കിൽ പുകിലുകളോ ഒന്നും ചാണ്ടി ഉമ്മന്റെ പേരിൽ നമുക്ക് കേൾക്കാനുമില്ല. സാർ എങ്ങനെ വിലയിരുത്തും? സമകാലിക കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ ഉമ്മൻചാണ്ടിയുടെ ജനകീയതയെ പോലും നിഷ്പ്രഭമാക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ചാണ്ടി ഉമ്മന്റേത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ തന്നെ സൈക്കിൾ റാലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ ഉപാധിയായി അദ്ദേഹം സ്വീകരിച്ചത്. സൈക്കിൾ മണ്ഡലം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്റെ പടമുള്ള ഫ്ലെക്സുകൾ അടിക്കില്ല, അതിന് വേണ്ട കാശ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കും. അത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെത്. ജി സുധാകരനും സമാനമായ ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. അദ്ദേഹം വീടാന്തരം കയറി ഇറങ്ങി ഉള്ള പ്രചാരണം കുറയും, ഓഫീസുകൾ ഉണ്ടാകില്ല, യോഗങ്ങൾ കുറയ്ക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന UDF അതിന് സമ്മതിക്കുമോ എന്നറിയില്ല. എന്തായാലും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഇവർ എടുത്തത് മറ്റു രാഷ്ട്രീയ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും മാതൃകയാകുമോ എന്ന് സംശയമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇങ്ങനെ ചില തീരുമാനങ്ങൾ ചിലരൊക്കെ എടുത്തിരുന്നു. പക്ഷെ അതിനൊരു പിന്തുടർച്ചയോ മാതൃകയോ ഉണ്ടായിട്ടില്ല. 40 ലക്ഷമാണ് കേരളത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള പരമാവധി ചെലവാക്കാനുള്ള തുക. അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്ന് നമുക്കറിയാം. അത് അധാർമികമായ രാഷ്ട്രീയ മൂല്യബോധമില്ലാത്ത വഴികളിലൂടെയാണ് സ്വീകരിക്കുന്നതെന്നും നമുക്കറിയാം. വലിയ വൻകിട ബാർ ഉടമസ്ഥരിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് ഇടതെന്നോ വലതെന്നോ BJP എന്നോ ഒന്നും വ്യത്യാസമല്ല. ഇനി സ്വതന്ത്രർ പോലും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് വാങ്ങാറുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ, പിന്നെ പ്രമുഖ വ്യക്തികൾ. സത്യം പറഞ്ഞാൽ ഒരു സാമൂഹിക സമത്വം ഈ കാശ് പിരിവിന്റെ കാര്യത്തിലാണ് കേരളത്തിലുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചു കഴിഞ്ഞാലും കാശുള്ള ആൾക്കാർ കാശ് കൊടുക്കും. അവർ നിന്ന് പഴിക്കണമല്ലോ. അതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യായീകരണം. ആർക്കും രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഉള്ള അവസ്ഥയിൽ പോലും അവർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും കാശ് കൊടുക്കും. ഇല്ലെങ്കിൽ നാളെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക കേരളത്തിന്റെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയും മന്ത്രിമാരാകാൻ സാധ്യതയുള്ള ചില ആൾക്കാരുണ്ട്. അവര് ഇനി ആകാൻ ചില വകുപ്പുകൾ തന്നെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവർ നേരത്തെ മന്ത്രിമാരായിരുന്നപ്പോൾ അവരുടെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർ ഭരിച്ചിരുന്ന വകുപ്പുകളിൽ പോയി കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങും. അപ്പം സദാചാര മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ തീരെയില്ല. അതിന് പ്രധാനപ്പെട്ട പങ്ക് തിരഞ്ഞെടുപ്പിലെ അമിതമായിട്ടുള്ള ചിലവാണ്. പണ്ട് നിസ്വാർത്ഥ സേവകരായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ വളരെ ചെലവേറിയതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പാരഫെർനേലിയ മാത്രമല്ല, കൂടെ പ്രവർത്തിക്കുന്നവർക്ക് അവര് പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ തൊഴിലാളികളാണെങ്കിൽ ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു 10, ഇപ്പൊ ഈ ഭാഗ്യവശാൽ ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയം വളരെ കുറവാണ്, 10-15 ദിവസം മാത്രം. എങ്കിലും അവർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ അതിനുള്ള കൂലിയായി പ്രചാരണത്തിന് ഇറങ്ങുന്നവർക്ക് കാശ് കൊടുക്കണം, ആഹാരം കൊടുക്കണം, പിന്നെ അനുബന്ധമായുള്ള എല്ലാ സംഭവങ്ങളും നൽകണം. അതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെയും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ? ഞാനൊരു അനുഭവം പറയാം. 2022 മാർച്ചിൽ ഞാൻ പഞ്ചാബിൽ പോയി. പഞ്ചാബിലെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് നയിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിനെതിരായി ഡൽഹി മാതൃകയിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ
അഴിമതിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്ന നിലയിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. നിയമസഭയിൽ കുറച്ച് സീറ്റ് കിട്ടി. 2022 ഭരണത്തെ അമരേന്ദ്ര സിംഗ് ഭരണത്തെ വലിച്ചു പുറത്തിടുക എന്ന മുദ്രാവാക്യം ഉയർത്തി തെരഞ്ഞെടുപ്പിൽ വളരെ സീരിയസ് ആയി ഒരു മത്സരം ആം ആദ്മി പാർട്ടി കാഴ്ചവെക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ പഞ്ചാബിൽ പോയത്. അപ്പം ഡൽഹിയിൽ നിന്നൊരു ട്രെയിനിലാണ് പോകുന്നത്. ആദ്യം ഹരിയാനയിലെ ഒരു കുറെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട്, അത് രണ്ട് സൈഡും ഗോതമ്പ് നെൽപ്പാടങ്ങളാണ്. ഇന്ന് പഞ്ചാബിലേക്ക് പ്രവേശിച്ചു എന്ന് ഞാൻ അറിഞ്ഞത് രണ്ട് സൈഡിലും കോൺഗ്രസിന്റെ പതാകകൾ, ഒരു കോൺഗ്രസ് ഓഫീസിന്റെ നടുവിലൂടെ ഒരു ട്രെയിൻ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നോക്കിയാലും കോൺഗ്രസിന്റെ പതാകകൾ, നെൽപ്പാടങ്ങൾ മറച്ചുകൊണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ അവിടെ BJP പതാക ദൂരെ കാണുന്നു. പിന്നെ ഒരു ദീർഘകാലം പഞ്ചാബ് ഭരിച്ച SID പാർട്ടിയുടെ കൊടികളും കാണുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ഒരു കൊടിയും അവിടെ കാണുന്നില്ല. ഞാൻ ആദ്യം എത്തിയത് അമൃത്സറിലാണ്. ഞാൻ താമസിച്ച ഹോട്ടലിൽ SID ശിരോമണി അകാലിദളിന്റെ കൊടി, ഈ സ്ഥാപനങ്ങൾ മുഴുവൻ, പോകുന്ന വീടുകൾ മുഴുവൻ, റോഡ് മുഴുവനും രാഷ്ട്രീയ പാർട്ടികൾ കൊടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഞാൻ ആദ്യ ദിവസം മുഴുവൻ കറങ്ങി നടന്നു. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, മുൻ ക്രിക്കറ്റ് താരം നവജോത് സിംഗ് സിദ്ധു ആയിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. തീപാറുന്ന മത്സരം നടക്കുന്നു. അദ്ദേഹത്തിന്റെ ബാനറുകളും പോസ്റ്ററുകളും കോൺഗ്രസ് കൊടിതോരണങ്ങളും കൊണ്ട് ആ പ്രദേശം മുഴുവൻ മറച്ചിരിക്കുകയാണ്. ഞാൻ ഒരു ദിവസം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ശേഷം ഒരു ടെലിഫോൺ, BSNLന്റെ ഒരു ടെലിഫോൺ പോസ്റ്റിൽ, ഇങ്ങനെ പണ്ട് കോളേജ് യൂണിയൻ ഇലക്ഷനൊക്കെ നമ്മൾ ഈ പ്രസിലൊക്കെ അടിക്കുന്ന ഒരു പ്രാകൃത രീതിയിലുള്ള ഒരു പോസ്റ്റർ കണ്ടെടുത്തു. അതവിടെ മത്സരിക്കുന്ന ജീവൻ ജോത് കൗ എന്ന ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയുടേതാണ്. എവിടെയും സാന്നിധ്യമില്ല. ഞാൻ അടുത്ത ദിവസം മുതൽ ആൾക്കാരോട് സംസാരിക്കാൻ ആരംഭിച്ചു. 2-3 പേരോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങളുടെ കിടപ്പ് ബോധ്യപ്പെട്ടത്. വലിയ അഴിമതിക്കെതിരായി, രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരായി, ക്രമസമാധാന പാലനത്തിലുള്ള പരാജയത്തിനെതിരായി വലിയ ജനകീയ രോഷം അവിടെ നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു. ബദ്ലാവു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം. ഝാഡു ഒന്ന് ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചൂലാണ്. ഈ വാക്ക് മാത്രമാണ് എനിക്ക് പഞ്ചാബിലും ഹിന്ദിയിലും ഒക്കെ അവര് രാഷ്ട്രീയ നേതാക്കന്മാരെ, കോൺഗ്രസിന്റെയും SIDയുടെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ തെറി പറയുന്നതാണ് എന്നവരുടെ ശരീരഭാഷ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഉടനീളം, ഞാൻ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. അവിടെ എല്ലാം ഇത് തന്നെ അവസ്ഥ. ഈ ആം ആദ്മി പാർട്ടിയുടെ കൊടിയില്ല, പോസ്റ്റർ ഇല്ല, സ്ഥാനാർത്ഥിയുടെ പേര് പോലും പലർക്കും അറിയില്ല, ചിഹ്നം അറിയാം. മുഴുവൻ ബസ്സുകളിലും ട്രെയിനുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ മൊബൈൽ ഫോണിലൂടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും. അത് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാന്റെ പ്രസംഗം, അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം, സിദ്ധുവിന്റെ പ്രസംഗം, അമരേന്ദ്ര സിംഗിന്റെ പ്രസംഗം, മുഴുവൻ മൊബൈൽ ഫോണിലൂടെ ആൾക്കാർ 24 മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രചാരണത്തിന് സോഷ്യൽ മീഡിയ വിജയകരമായി ഉപയോഗിക്കാൻ പറ്റും. ഇത് ഏറ്റവും വലിയ റിസൾട്ട് അമൃത്സറിൽ ഞാൻ ആദ്യം താമസിച്ച സ്ഥലത്തെയാണ്. 42,809 വോട്ടിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നവജോത് സിംഗ് സിദ്ധു ജയിച്ച മണ്ഡലത്തിൽ ഒരു മനുഷ്യനും അറിയാത്ത ഒരു സന്നദ്ധ പ്രവർത്തകയായ ആദ്യമായി മത്സരിക്കുന്ന ജീവൻ ജോത് കൗർ എന്ന ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി 6,750 വോട്ടിന്റെ അട്ടിമറി വിജയം നേടി. അവിടെ 3-ാം സ്ഥാനമായിരുന്നു ബിക്രം സിംഗ് മജീദിയ എന്ന ശിരോമണി അകാലിദളിന്റെ, അന്ന് ജയിലിലാണ് അദ്ദേഹം, മയക്കുമരുന്ന് കേസിൽ ആരോപണ വിധേയനായ ജയിലിലാണ്. അദ്ദേഹത്തിന് കിട്ടിയത് 3-ാം സ്ഥാനമാണ്. അന്നത്തെ അമരേന്ദ്ര സിംഗ് എന്ന ക്യാപ്റ്റൻ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, പരാജയപ്പെട്ടു. അതിനുശേഷം ചന്നിയായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം 2 സ്ഥലത്ത് മത്സരിച്ചു, അദ്ദേഹവും പരാജയപ്പെട്ടു. വൻമരങ്ങളൊക്കെ കടപൊഴുകി വീണ പഞ്ചാബിലെ 2022 മാർച്ചിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ മാതൃകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ. കാര്യം ഒരു വിധത്തിലുള്ള ഈ ഘോഷങ്ങളുമില്ലാതെ, പരമ്പരാഗതമായ ഒരു പാരഫർണിയയും ഇല്ലാതെ, പ്രചാരണ കോലാഹലങ്ങളില്ലാതെ, പോസ്റ്ററുകൾ തീരെ കുറച്ച് മാത്രം, കൊടിതോരണങ്ങൾ അപൂർവമായി മാത്രം, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് മാത്രമല്ല 117 സീറ്റുകളുള്ള
പഞ്ചാബ് നിയമസഭയിൽ ഈ ആദ്യമായി ഒരു മൂന്നാം കക്ഷി, ഒന്നിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ശിരോമണി അകാലിദൾ, അതിന് പകരം ഒരു മൂന്നാം കക്ഷി വരുന്നു. 92 സീറ്റിൽ വൻമരങ്ങളെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും മുൻ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ കടപുഴക്കി 92 സീറ്റ് നേടി വൻ വിജയം നേടുന്നു. ഈ മാതൃക എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് കേരളത്തിൽ അനുകരിക്കാവുന്നതാണ്. കാര്യം കേരളത്തിലെ ഇലക്ട്രോണിക് മീഡിയ ഏറ്റവും കൂടുതൽ മാധ്യമ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനമാണ് കേരളം. അത് അച്ചടി മാധ്യമങ്ങൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ. നമുക്കിപ്പം പ്രഖ്യാപനം നടത്തി കഴിഞ്ഞ ശേഷം എല്ലാ മണ്ഡലങ്ങളിലും ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ, എന്താണ് മുദ്രാവാക്യങ്ങൾ, ഇവരുടെ ഒക്കെ എല്ലാവർക്കും പരിചിതമാണ്. ഇനിയിപ്പോ എന്ത് കാശ് മുടക്കി പ്രചാരണ കോലാഹലങ്ങൾ നടത്തിക്കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിനെ ഇത് ഒരു വിധത്തിലും സ്വാധീനിക്കില്ല. സ്വാധീനിക്കുന്ന അപൂർവം ചില ഘടകങ്ങൾ, ദേശീയ നേതാക്കൾ, ഇപ്പം ഇവിടെ മോഡി വരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഖാർഗെ വരുന്നു, നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ ഒരു വിഭാഗം ആൾക്കാരെ സ്വാധീനിച്ചേക്കാം. അതല്ലാതെ എത്ര ഫ്ലെക്സ് അടിച്ചു കഴിഞ്ഞാൽ, ആയിരക്കണക്കിന് ഫ്ലെക്സ് കൊണ്ട് അഭിഷേകം നടത്തി കഴിഞ്ഞാലും, മൈക്ക് അനൗൺസ്മെന്റുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തി കഴിഞ്ഞാലും, ഈ ഘോഷയാത്രകൾ നടത്തി കഴിഞ്ഞാലും അതൊന്നും തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയത്തെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല. അത് അർത്ഥരഹിതമാണ്. അതിന് മുടക്കുന്ന കാശ് രാഷ്ട്രീയത്തിലെ അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കും. കാശ് വെറുതെ തരുന്നതല്ല. ബാർ മുതലാളിമാർ കാശ് തരുന്നെങ്കിൽ, വ്യവസായികൾ കാശ് തരുന്നെങ്കിൽ, വ്യക്തികൾ കാശ് തരുന്നെങ്കിൽ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. മൂല്യങ്ങൾ എടുത്ത് തോട്ടിലെറിയേണ്ടി വരും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരം ഭീകരമായ തെരഞ്ഞെടുപ്പ് ചെലവുകൾ ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നും കാശ് പിരിച്ച്, സംഘടിപ്പിച്ച്, ഭീഷണിപ്പെടുത്തി, പ്രലോഭിപ്പിച്ച് കാശ് പിരിച്ച് ഇത് ചെയ്യുന്നത് ഒരു കാരണവശാലും ശരിയല്ല. രാഷ്ട്രീയത്തിലെ മൂല്യബോധത്തിനും രാഷ്ട്രീയത്തിലെ ധാർമ്മിക രംഗത്തിനുമൊക്കെ ഇത് ഘടകവിരുദ്ധമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ചാണ്ടിയമ്മന്റെ ഈ മാതൃക സത്യം പറഞ്ഞാൽ കേരളത്തിലെ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, ഗാന്ധിയൻ മൂല്യങ്ങൾ പാലിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാലിക്കേണ്ടതാണ്, പിന്തുടരേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും സാർ പറഞ്ഞതുപോലെ ചാണ്ടിയമ്മന്റെ തീരുമാനം മിക്ക ആളുകളും ആദർശത്തിൽ വേരൂന്നിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും പാലിക്കാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ പാലിക്കേണ്ടതാണ്. എന്തായാലും ചാണ്ടിയമ്മൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വേറിട്ട പ്രചാരണവുമായി രംഗത്തുണ്ട്. മിക്ക വീടുകളിലും അല്ലെങ്കിൽ സൈക്കിൾ റാലികളും ഒക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ ഫ്ലെക്സുകൾ ഉപയോഗിച്ചുള്ള പ്രചാരണം വേണ്ട എന്നാണ്. അത്തരം പണം കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താം എന്ന തീരുമാനത്തിലാണ് ചാണ്ടിയമ്മൻ. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.